ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അവര് വന്നിട്ടുണ്ടോ? ആര്? നവീനൊരു സ്ത്രീയായിട്ട് ബന്ധമില്ലേ? അവരും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടെന്നാ ചോദിച്ചത്. ഒരാളുടെ ശബ്ദം ഒരു തവണ കേട്ടാൽ ഞാൻ മറക്കില്ല. ഇത്തരം വലിയ കുടുംബത്തിലൊക്കെ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വെറുതെ ഈ തറവേലകളൊക്കെ കാണിക്കുന്നേ? ഇപ്പൊ നവീൻ നിങ്ങളുടെ മാത്രം കുട്ടിയാ. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ മോളുടെ ഭർത്താവായി കഴിഞ്ഞതിന് ശേഷം നവീനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ നിർമ്മലയ്ക്ക് തല്ലുപേടിയുണ്ടോ? പക്ഷെ ഞാൻ തല്ലും. എനിക്കതൊരു ഹരവാ. വരുന്നില്ല എന്നൊരു 1000 വട്ടം ഞാൻ പറഞ്ഞതാ. എന്നെ നിർബന്ധിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അമ്മയ്ക്കൊരു തോന്നലുണ്ട് അമ്മ വലിയ ബുദ്ധിമതിയാന്ന്. അതിലും വലിയ ബുദ്ധിയുള്ളവര് നാട്ടിലുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ ഇറങ്ങി പോവാ. അയ്യോ എന്റെ പൊന്നുമോളെ, നീ ഇവിടെ ഇറങ്ങിപ്പോയ അതിന്റെ പേരിൽ മുത്തശ്ശി എന്നെ ഇവിടുന്ന് പുറത്താക്കും. അതിലും ബുദ്ധിമുട്ട് മോൾക്ക് തന്നെയാ. മോള് പണിയെടുത്ത് എന്നെ നോക്കേണ്ടി വരും. ഓ, എന്തൊരു നല്ല ഉപദേശവാ അച്ഛൻ മോക്ക് കൊടുക്കുന്നേ. നിങ്ങളുടെ ഈ അവസ്ഥ കൊണ്ട് തന്നെയാ ഇവൾക്ക് കരയേണ്ടി വരും. നീ അതും കൂടെ എന്റെ തലയെ കൊണ്ടുവച്ചു. മോളെ ദേ, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? നാളെ വിവാഹ നിശ്ചയത്തിന് നവീൻ മോതിരം അണിയിക്കുന്നത് നിന്റെ കയ്യിലായിരിക്കുന്നല്ലേ? ആ മുഹൂർത്തം ആയോ? ഇല്ലല്ലോ. ഇനി അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തു വേണമെങ്കിലും ചെയ്യാം, നിന്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി. അവളുണ്ടല്ലോ, ആ ഗാഥാ ശ്രീനിവാസ്, അവളെ കുത്തിക്കൊല്ലണമെങ്കിലും ഞാൻ ചെയ്യും. അയ്യോ എന്റെ നിർമ്മല, നീ അങ്ങനെ ഒന്നും ചെയ്യല്ലേ. അത് വലിയ പ്രശ്നമാണ്. ഈ വീട്ടിൽ കിട്ടുന്ന ഫുഡിന്റെ ടേസ്റ്റ് ജയിലിൽ കിട്ടില്ല, അതുകൊണ്ടാ. ഓ, ഒന്ന് ഇറങ്ങിപ്പോ. എടി, അമ്മ പറയുന്നത് അനുസരിച്ച് അമ്മയുടെ കൂടെ നിന്നാൽ നിന്റെ ആഗ്രഹം നടക്കും. മകളെയും കൊണ്ട് സിത്താര ശ്രീനിവാസനോട് വന്നത് ഇന്ന് നടക്കുന്ന സർപ്പബലിക്കൊപ്പം അവളെയും കൊലയ്ക്ക് കൊടുക്കാനാ. കൊല്ലാൻ മടിക്കില്ലെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, കൊല്ലും. വീടിങ്ങനെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ചില ഭാഗങ്ങളിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വേണ്ടി വരും. പിന്നെ സർപ്പക്കവും കുളമൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതി. എന്താ ഈ സാഹിത്യകാരന്മാരൊക്കെ പറയുമല്ലോ, തനിമ ചോരാതെ. അത് തന്നെയാണ് അതിന്റെ ലൈൻ. എന്റെ പൊന്നു സാറേ, നാളെ സാറിന്റെ കല്യാണം നിശ്ചയല്ലേ? ഈ നേരത്തെ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാതെ ആ കെട്ടാൻ പോകുന്ന പെങ്കൊച്ചിനെ വിളിച്ചൊന്ന് സംസാരിച്ചുകൂടെ? അതിന് വിവാഹം കഴിഞ്ഞാൽ ആവശ്യം പോലെ സമയമുണ്ടല്ലോ, അപ്പൊ നോക്കാം. തൽക്കാലം താനെന്ന് രാത്രി ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും. എനിക്ക് രാവിലെ കാണണം. അല്ല, നാളെ രാവിലെ എൻഗേജ്മെന്റ്. അതിനിടയ്ക്ക് ഇതിനൊക്കെ സമയം കിട്ടുമോ സാറേ? എടോ മാണിക്കുഞ്ഞ്, തന്റെ കുഴപ്പം എന്താണെന്നറിയോ? ഈ എൻഗേജ്മെന്റ് കല്യാണം എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ സംഭവമായിട്ട് കാണുന്നത്. എന്നാൽ അങ്ങനെയല്ല. അതൊക്കെ വളരെ സിമ്പിളായി ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നായിട്ട് മാത്രം കാണേണ്ടത്. നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കണം. എനിക്ക് സാറ് പറയുന്ന എക്കണോമിക്സ് ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല. മോനെ നവീനെ, എന്താ ഇവിടെ നിൽക്കുന്നേ? തറവാട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടില്ലല്ലോ അമ്മായി, അതുകൊണ്ട് മൊത്തം ഒന്ന് കണ്ടു നോക്കാം.